പാരലൽ സർക്യൂട്ട് എന്ന് വെച്ചാൽ മൂന്നെണ്ണം, ഒരു സ്വിച്ച് ഒരു ബൾബ്, അതുപോലത്തെ 3 സെറ്റാണുള്ളത്. അപ്പോൾ അതുപോലത്തെ 3 സെറ്റ് ഉണ്ടാക്കി ഇതൊരെണ്ണം ഒരു ഫേസ് കയറിയിട്ട് ആ ഫേസ് സ്വിച്ച് കൂടെ കയറിയിട്ട് ബൾബിലേക്ക് പോയി ഇങ്ങനത്തെ ഒരെണ്ണം വന്നു, അതുപോലത്തെ 3 ഉണ്ടാക്കി. അപ്പോൾ ഈ 3 ഇങ്ങനെ പാരലായിട്ട് വെക്കണം. അപ്പോൾ ഞാനിത് ഇങ്ങനെ 3 പാരലായിട്ട് വെക്കാൻ പോകുന്നു. ഒന്നാമത്തെ സ്വിച്ച് കൂടെ, രണ്ടാമത്തെ സ്വിച്ച് കൂടെ, മൂന്നാമത്തെ സ്വിച്ച് കൂടെ, അതിൻ്റെ ബൾബുകൾ ഇതിൻ്റെ താഴെ വരും. അപ്പോൾ ഈ 3 ബൾബുകളും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 ഈ എൻഡുകൾ ജോയിൻ്റാണ്. S1ൻ്റെ മുകളിലത്തെയും ഇതെല്ലാം തമ്മിൽ ജോയിൻ്റാണ് ഈ ഫ്രീ ആയിട്ടുള്ള ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എൻഡുകൾ. അതായത് അപ്പോൾ ഈ സ്വിച്ചിൻ്റെ മുകളിൽ നിന്ന് വരുന്ന 3 ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരും. ഇതാണ് സ്വിച്ചിൻ്റെ മുകളിൽ നിന്ന് വരുന്ന ഈ 3 ഒരു പോയിന്റ്. അതാണ് നമ്മളെടുത്ത് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. ഇതെടുത്തിട്ട് അമ്മീറ്ററിലേക്ക് അല്ലെങ്കിൽ സ്വിച്ചിലേക്ക്, നമ്മുടെ മെയിനായിട്ടൊരു സ്വിച്ച് കൂടെ വയ്ക്കും ഇതിൻ്റെ ഫ്രണ്ടിൽ. ആ മെയിൻ സ്വിച്ചിലേക്ക് വരാൻ പോണത് ഇതാണ്. അതാണ് നമ്മുടെ മെയിൻ സ്വിച്ചാണ്. ഇപ്പോൾ ഇതിലേക്ക്, അപ്പോൾ ഈ 3 ഇതിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മളതിനെല്ലാം കൂടി കൂട്ടി പിരിച്ചിട്ട് ഒന്നായിട്ട് കൊടുക്കും. അതൊരെണ്ണം. അതേപോലെ ഈ താഴത്തുനിന്നുള്ള 3 ഉണ്ടല്ലോ, 3 ന്യൂട്രൽ, ഈ 3 ന്യൂട്രൽ എടുത്തിട്ട് ഇത് 3 ഒരുമിച്ചാക്കും. ഈ 3 ന്യൂട്രൽ എടുത്തിട്ട് ന്യൂട്രലിലേക്കും ആ 3 ഫേസ് എടുത്തിട്ട് ഒരു ഫേസിലേക്കും കൊടുക്കും. അപ്പോൾ നമുക്ക് ഈ ബൾബുകളെ നമുക്ക് ഒറ്റയ്ക്ക് കൺട്രോൾ ചെയ്യാം. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ 3 ഫേസിൻ്റെ എടുത്തിട്ട് ഒറ്റ ഇതിലേക്കാണ് കൊടുക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇതിനെ 3 കൂടി ഒരു വയറിലേക്ക് മാറ്റിയിട്ട് വേറൊരു വയർ വഴി കൊടുക്കാം. ഓക്കെ, 3 ഫേസും ഈ സ്വിച്ചിൻ്റെ മുകളിൽ നിന്ന് വരുന്ന 3 എടുത്തിട്ട് ഒരെണ്ണത്തിലേക്ക് കൊടുക്കും. ഫേസ് ന്യൂട്രൽ അങ്ങോട്ട് തിരിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫ്യൂസ് വയ്ക്കാൻ വഴി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ബ്രേക്കർ വഴി കൊടുക്കുമ്പോൾ ഫേസ് തന്നെ കൊടുക്കണം. എന്നാൽ മാത്രമാണ് ബ്രേക്കർ ട്രിപ്പായി കിട്ടുള്ളൂ. അതുപോലെ ഇതിൻ്റെ 3 ന്യൂട്രൽ, ഈ 3 ന്യൂട്രൽ എടുത്തിട്ട് ഒരുമിച്ചാക്കുക. അപ്പോൾ ഈ 3 ന്യൂട്രൽ എടുത്തിട്ട് ഒരുമിച്ചാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് കണക്ഷൻ കൊടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിനെ ഞാൻ ഒന്നാക്കി മാറ്റാം. അല്ലെങ്കിൽ പിന്നെ ആംബിയറൊക്കെ മെഷർ ചെയ്തെടുക്കാൻ പറ്റില്ല. നീളം കൂടി അതിനെടുത്തിട്ട് ഇതാക്കാം. ന്യൂട്രൽ എടുത്തിട്ട് ഒന്നാക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ 3 ന്യൂട്രൽ ഒരുമിച്ചാക്കിയിട്ടുണ്ട്, 3 ഫേസ് ഒരുമിച്ചാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെ സ്വിച്ച് ഓണാക്കാം. സ്വിച്ച് ഓണാക്കുന്ന സമയത്ത് ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടിരിക്കുന്നത് സ്വിച്ചിൻ്റെ മുകളിലത്തെ മാർക്കിങ് നോക്കണം. അത് ആങ്കറിൻ്റെ ഫിഗർ മുകളിലാണ്. ഓക്കെ, സ്വിച്ചിൻ്റെ അപ്പുറത്തായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ കണക്ഷൻ വെക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വെക്കണം. ഇനി ഓരോന്നായിട്ട് ഓൺ ചെയ്യാം. കണ്ടോ, ഇത് ഓൺ ചെയ്യാം, അത് ഓഫ് ചെയ്യാം, ഇത് ഓൺ ചെയ്യാം, അത് ഓഫ് ചെയ്യാം, ഇത് ഓൺ ചെയ്യാം, അത് ഓഫ് ചെയ്യാം. വേണമെങ്കിൽ 3 ഓൺ ചെയ്യാം. നമ്മുടെ വീടുകളിലത്തെ വയറിങ് എങ്ങനെയാണ്, ഇതുപോലെയാണ്. ഒറ്റയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതാണ് പാരലൽ. ഇതിൻ്റെ ബ്രൈറ്റ്നസ് എല്ലാം ഫുള്ള് ബ്രൈറ്റ്നസ് തന്നെ കിട്ടും. പിന്നെ ഇതിൻ്റെ മെഷർമെൻറ്റ് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് അപ്പോൾ എല്ലാത്തിൻ്റെയും സെയിം ആയിരിക്കും. അപ്പോൾ നമ്മളിതിനെ മൾട്ടിമീറ്ററിൻ്റെ എടുത്തിട്ട് കറക്റ്റ് വോൾട്ടേജ് ആണെങ്കിൽ വോൾട്ടേജിൽ തന്നെ ഇടണം, നേരത്തെ പറഞ്ഞ പോലെ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പൊസിഷനും മാറ്റി വോൾട്ടേജ് AC വോൾട്ടേജിലിട്ടിട്ട്, ഇപ്പോൾ DC കിടക്കുന്നത്, അപ്പോൾ ഈ ഓപ്ഷൻ മാറ്റി AC ഈ ഓണാക്കി നോക്കുന്ന സമയത്ത് വോൾട്ടേജ് ഇതിന് ഏത് ബൾബിന് കിട്ടുന്ന വോൾട്ടേജും സെയിം ആയിരിക്കും. ഓണാക്കി എത്ര ഉണ്ടായാലും ഇതിന് കിട്ടുന്ന വോൾട്ടേജ് സെയിം ആയിരിക്കും. ഇതിന് കിട്ടുന്ന വോൾട്ടേജ് 246. അത് 3 ക്രോസ് എടുത്താലും സെയിം തന്നെയായിരിക്കും. പക്ഷേ അതിനി മാറ്റിക്കഴിഞ്ഞാലും സെയിം തന്നെയായിരിക്കും കിട്ടുക. പക്ഷേ നമ്മളിപ്പോൾ കറണ്ട് എടുക്കണമെന്ന് നോക്കാം. അപ്പോൾ കറണ്ട് എടുക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മീറ്റർ ഫേസിൽ നിന്ന് കയറി വരുന്നതല്ലേ. അപ്പോൾ ഫേസിൽ നിന്ന് കയറി വരുന്നിടത്ത് അമ്മീറ്റർ വെക്കണം, ഫേസിൽ നിന്ന് കയറി വരുന്ന സ്ഥലത്ത്. അപ്പോൾ ഇവിടെ ഞാൻ 3 ഒരുമിച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിൽ 3 ഒരുമിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന ഈ 3 ഇപ്പം ഇങ്ങനെയല്ലേ കൊടുത്തിരിക്കുന്നത് 3. ഇതിന് പകരം ഇങ്ങനെയും കൊടുക്കാം. ഈ വയറെടുത്തിട്ട് ഇപ്പുറത്തേക്കും ഈ വയറെടുത്തിട്ട് ഇപ്പുറത്തേക്കും കൊടുക്കാം. അതിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കാം. അങ്ങനെയാണ് ഇതിലേക്ക് ഒരു വയറ് തിരിച്ചു വരുള്ളൂ. അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ എങ്ങനെയായിരുന്നു വിചാരിക്കാം. ഈ വയറെടുത്തിട്ട്
ഇതിലേക്ക് കൊടുക്കുന്നു. ഇല്ല, തുടക്കത്തില്ല. ഇപ്പോൾ വേണ്ട. ഇതിൽ ഫേസ് ഇപ്പോൾ അമ്മീറ്റർ ഞാൻ കൊടുത്തിരിക്കുന്നത് ഫേസിൽ നിന്നാണ് എടുത്ത് കൊടുത്തിരിക്കുന്നത്. ഫേസിൻ്റെ അവിടെ നിന്ന് അമ്മീറ്ററിൻ്റെ ഒന്നാമത്തെ എടുത്തു. ഇത് അമ്മീറ്ററിൻ്റെ ഇതിലേക്ക് കണ്ട ഒരെണ്ണം ആംബിയറിലും കോമണിലാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിനെടുത്തിട്ട് ആംബിയറിലേക്ക് ഇട്ടിട്ട് അതിനെ AC ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടെ കയറി ഇറങ്ങി വരുന്നതിന് എടുത്തിട്ട് ഈ മെയിൻ ഫേസ് കയറി വരുന്ന സ്ഥലത്ത് നേരത്തെ പ്ലഗിൽ കുത്തി അതേ സ്ഥലത്ത് തന്നെ കൊടുത്തു. കണ്ടത് കറക്റ്റ് സീരീസ് ആയിട്ടാണ് പോകുന്നത്. സീരീസ് ആയിട്ട് പോയില്ലെങ്കിൽ ഇത് കിട്ടില്ല. എങ്ങാനും പാരലൽ പോയി കഴിഞ്ഞാൽ ഈ മൾട്ടിമീറ്റർ ഫ്യൂസ് പോവും, അല്ലെങ്കിൽ വയറിങ്ങിന് എന്തെങ്കിലും പറ്റും. അപ്പോൾ ഇത് ഓണാക്കി നോക്കുന്നു. ഇത് ഓണാക്കി നോക്കിയിട്ട് ഇൻഡിവിജ്വലായിട്ട് ബൾബ് കൺട്രോൾ ചെയ്യുന്നു. ഒന്നാമത്തെ സ്വിച്ചിനെ കൺട്രോൾ ചെയ്തു. അപ്പോൾ ഒന്നാമത്തെ സ്വിച്ചിൻ്റെ കറണ്ട് കാണിച്ചു. രണ്ടാമത്തെ ചെയ്തു. അപ്പോൾ രണ്ടാമത്തെ ലോഡിൻ്റെ കറണ്ട് കാണിച്ചു. മൂന്നാമത്തെ ചെയ്തു. മൂന്നാമത്തെ കറണ്ട് കാണിച്ചു. അപ്പോൾ ഈ മൂന്നെണ്ണത്തിൻ്റെയും കാണിച്ചു. ഒറ്റയ്ക്കുള്ളത് അറിയണമെങ്കിൽ ബാക്കി രണ്ടെണ്ണം ഓഫ് ചെയ്യുക, ഒന്നാമത്തെ എടുക്കാം. പിന്നെ ഒന്നാമത്തെ ഓഫ് ചെയ്യുക, രണ്ടാമത്തെ ഓൺ ചെയ്യുക, രണ്ടാമത്തെ മാത്രം എടുക്കാം. അത് ഓഫ് ചെയ്യുക, പിന്നെ മൂന്നാമത്തെ മാത്രം എടുക്കാം. ഈ മൂന്നും ഒറ്റയ്ക്കുള്ളത് ആഡ് ചെയ്യുന്നതും മൂന്നും കൂടി ഒരുമിച്ച് ആഡ് ചെയ്യുന്നതും സെയിം ആയിരിക്കും. അതാണ് നിങ്ങളോട് ടാബ്ലർ കോളത്തിൽ എഴുതാനുള്ളത്.